ഹലോ ഗൈസ്, അപ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ഈ സൗണ്ട്, ഫാൻ്റെ സൗണ്ട് ശരിക്കും ദേഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദേഷ്യമാണ്. എന്തെല്ലാം പരിപാടി എന്നറിയാം. ഫാൻ ഓഫ് ചെയ്ത് നോക്കി, എന്തായാലും നോക്കി, വെച്ച് നോയ്സ് റിഡക്ഷൻ, നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടും ഒട്ടും ശരിയാവാതെ എനിക്ക് ശരിക്കും ഭ്രാന്തായി. അങ്ങനെ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വയർലെസ് മൈക്ക്. അതെ ഗൈസ്, അറ്റ്ലാസ് ഒരു വയർലെസ് മൈക്ക് മേടിച്ചു. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇൻട്രോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തത്. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ആ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഇൻട്രോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതാണ്, നമ്മുടെ ഡി ജെയുടെ മൈക്ക് മിനിയെപ്പറ്റിയിട്ടാണ്. ഇതാണ് സാധനം, ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഡി ജെയുടെ മൈക്ക് മിനി. ഇതിൻ്റെ അൺബോക്സിംഗ് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി എനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. ഇതിപ്പം ജൂലൈ 1-ാം തീയതിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഐറ്റം കിട്ടിയത് ജൂൺ 30-ാം തീയതി, അതായത് തൊട്ട് പുറകത്തെ ദിവസമാണ് എനിക്ക് സാധനം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്, എന്തുവായിരുന്നു, നമ്മുടെ ഓപ്പൺ ബോക്സാണ്. ഓപ്പൺ ബോക്സ് ഡെലിവറിയും പ്ലസ് ഒരു അൺബോക്സിങ് കൂടെ. ഓപ്പൺ ബോക്സ് ജസ്റ്റ് ഒരു റോ വീഡിയോ ആയിരിക്കും, വലിയ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒന്നും കാണത്തില്ല. ജസ്റ്റ് അത് ജസ്റ്റ് ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ അൺബോക്സിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോയിൻ്റ് വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫോൺ വഴി റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആണ്. ഫോൺ വഴി ഒരു ലവലിയർ മൈക്രോഫോൺ വെച്ചിട്ടുണ്ട്. ഇതുള്ള ഈ ഒരു മൈക്രോഫോൺ വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓഡിയോ. അപ്പം അൺബോക്സിങ്ങിന് ശേഷം തൊട്ട് ഉള്ള ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡി ജെയുടെ മൈക്ക് മിനി കൂടെ മൈക്ക് തന്നെ എടുത്തുകൊണ്ട് അല്ല, ഇതാണ് നമ്മുടെ ഡി ജെയുടെ മൈക്ക് മിനി. ഇത് കൂടെ ആയിരിക്കും ഇതിന് ശേഷം നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓഡിയോ ഇഷ്ടപ്പെട്ടോ, ക്ലാരിറ്റി ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അൺബോക്സിങ് പ്ലസ് ഓപ്പൺ ബോക്സ്. ഓക്കെ,
ഇപ്പോൾ സംഭവം ഒന്നുമില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഡിജയുടെ മൈക്ക് മിനി. ഞാൻ മേളിൽ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, അതേ നോക്കുന്നത് കേട്ടോ. മൈക്ക് മിനിയാണിത്. പിന്നെ ഇവിടെ ഒരു പൗച്ച് ഇട്ടിട്ടുണ്ട്, അടിപൊളി ഒരു പൗച്ചാണ്. പിന്നെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണം നമ്മുടെ ക്യാമറയിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സോണിയുടെ 6400 മോഡലാണ്. അപ്പോൾ അതിൽ നമ്മുടെ TRS പോർട്ടാണ്, 3.5 mm ഓഡിയോ ജാക്ക് കാണും. ജസ്റ്റ് ഇത് ഞെക്കുക, എടുക്കുക. നമ്മുടെ ഇതാണ് റിസീവർ നമ്മുടെ ക്യാമറയുടെ മേടി ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതുണ്ടല്ലോ, ഓഡിയോ ജാക്ക് വഴി പ്ലഗ് ചെയ്യുക, അത് നേരെ നമ്മുടെ ക്യാമറയിലോട്ട് പ്ലഗ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡിയോ സ്വിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഡിജെയുടെ മൈക്ക് മിനി. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഈ മൈക്ക് മിനി മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മാഗ്നറ്റ് ഉണ്ട്, ഇതിന് നല്ല പവർ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല പവറുള്ളൊരു മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. നമ്മുടെ ഡിജെയുടെ മൈക്ക് 2 ഉണ്ട്. 2-ൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അത്യാവശ്യം ബൾക്കാണ്. ഇട്ട് ഇങ്ങനെ അങ്ങ് ഇതായിപ്പോവും, എന്നുവെച്ചാൽ ഡ്രസ്സ് താപോട്ടായിപ്പോവും. പക്ഷേ ഇത് 10 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 10 ഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡ്രസ്സിലൊന്നും ഇട്ടാലും വലുതായിട്ട് അറിയത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഒരു ചെറിയൊരു ഇതുണ്ടെന്നല്ലാതെ അതിൽ കൂടുതൽ വലുതായിട്ട് ഒന്നും അറിയുന്നില്ല. യൂസർ റിവ്യൂ ആയിട്ടില്ല, കാരണം 2 ദിവസം കൊണ്ട് എനിക്കൊരു പ്രൊഡക്റ്റിൻ്റെ യൂസർ റിവ്യൂ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ യൂസർ റിവ്യൂ ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം തീർച്ചയായിട്ടും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓണോ ഓഫ് അതിലേലും ഒരു സ്റ്റേജിലാണ്. ഈ ബട്ടൺ ഞെക്കുമ്പം മേ ബി ഇപ്പോൾ ഓണോ അല്ലെങ്കിൽ ഓഫോ ആയി കാണും. ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒന്നെങ്കിൽ ഓണോ അല്ലെങ്കിൽ ഓഫായി കാണും. ഇപ്പോൾ ഏത് അവസ്ഥയിൽ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. നോക്കാം. ഹലോ, ഓഡിയോയുടെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജെയുടെ മൈക്ക് മിനി. ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് സംഭവം, കൊള്ളാം. പിന്നെ ബാക്കി വീഡിയോസ്, ബാക്കി റിവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ ഇടുന്നതായിരിക്കും. ഫ്യൂച്ചർ വീഡിയോസിൽ ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തുവായാലും കാണും. അപ്പം കണ്ടതിൽ നന്ദി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.